ഹായ് ഓൾ, നമ്മുടെ വരാനിരിക്കുന്ന RRB ALP സെക്കൻഡ് സ്റ്റേജ് എക്സാമിലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുള്ളത്. സോ ഈ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുന്ന സിലബസ് നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി 5 ടോപ്പിക്കാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുന്നത്. ഒന്നാമത്തത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ആക്സസറീസ്, രണ്ടാമത്തെ ടോപ്പിക്ക് ലൈൻസ് ആൻഡ് ഡയമെൻഷനിങ്, മൂന്നാമത്തത് ജോമെട്രിക് ഫിഗേഴ്സ് ആണ്, നാലാമത്തൊരു ഭാഗം എന്നുള്ളത് പ്രൊജക്ഷൻ ആൻഡ് വ്യൂസ് ആണ്, അഞ്ചാമത്തത് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് അഞ്ചാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. സോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ആക്സസറീസിൽ വരുന്നത് പ്രധാനമായിട്ടും ഡ്രോയിങ് ബോർഡ്, അതിൻ്റെ ഡിഫറെൻറ്റ് സൈസ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസിങ് ആണ്. മറ്റൊന്ന് ഡ്രോയിങ് ഷീറ്റ്, പിന്നെ പെൻസിൽസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് പെൻസിൽസ് ഉണ്ട്. ഓരോ പെൻസിലും നമ്മൾ ഡിഫറെൻറ്റ് ആവശ്യങ്ങൾക്ക് ലൈൻസ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഏതാണ്, ഏത് ഗ്രേഡാണ്. അതേപോലെ തന്നെ നമ്മൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി, ഡയമെൻഷൻ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പെൻസിൽസ് ഏതാണ് എന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ ടി സ്ക്വയർ ആൻഡ് മിനി ഡ്രാഫ്റ്റർ, അതേപോലെ തന്നെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ബോക്സ്, നമ്മളെ പ്രൊട്രാക്ടർ, കോമ്പസ്, അതേപോലെ തന്നെ സെറ്റ് സ്ക്വയേഴ്സ്, അതേപോലെ തന്നെ മറ്റൊന്നാണ് ഡ്രോയിങ് സ്കെയിൽസ്. നമ്മൾ 1:2, 2:1 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സോ അതെന്താണ് എന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. മറ്റൊന്ന് ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്സ്. സോ ഡ്രോയിങ് ഷീറ്റിന്റെ മാർജിൻ, ലെഫ്റ്റ് ഹാൻഡിലെ മാർജിൻ എത്ര സെന്റിമീറ്റർ ആയിരിക്കണം, ബാക്കി 3 അടിച്ചുള്ള എത്രയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. മറ്റൊന്ന് ലൈൻസ് ആൻഡ് ഡയമെൻഷനിങ് ആണ്. സോ ഇതിൽ ടൈപ്സ് ഓഫ് ലൈൻസ്, സോ തിക്ക് ലൈൻസ് ഉണ്ട്, തിൻ ലൈൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ലൈൻ ഉണ്ട്, അതേപോലെ തന്നെ ഡാഷ്ഡ് ലൈൻസ് ഉണ്ട്. സോ ഈ ലൈൻസ് എല്ലാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലൈൻസ് എല്ലാം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു ടോപ്പിക്കാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ലൈൻസ് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ്. സോ നമ്മൾ ഡ്രോയിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ലൈൻസും, സെൻട്രൽ ലൈൻ, അതേപോലെ തന്നെ ഒരു ഇമാജിനറി ലൈനൊക്കെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ് യൂസ്ഡ് ഇൻ ഡയമെൻഷനിങ്. സോ ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്ഷൻ പ്ലെയിന് വരയ്ക്കേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മൾ ഡയമെൻഷനിങ് ലൈൻ വരയ്ക്കേണ്ടി വരും. സോ ഇത്തരത്തിലുള്ള ലൈൻസ് എല്ലാം എങ്ങനെയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ ഒരു ഭാഗത്ത് വരുന്നത് ലെറ്ററിങ് ആൻഡ് ഡയമെൻഷനിങ് ആണ്. സോ ഡയമെൻഷനിങ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് എഴുതേണ്ടി വരും. ആ നമ്പേഴ്സ് നമ്മുടെ ഡയമെൻഷൻ ലൈനിന് മുകളിലാണോ താഴെയാണോ, അതേപോലെ തന്നെ ലെറ്ററിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്പേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്, അല്ലെങ്കിൽ നമ്പേഴ്സും അതേപോലെ തന്നെ ലെറ്റേഴ്സും ഏത് സൈസിലാണ്, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ലെറ്ററിങ് ആൻഡ് ഡയമെൻഷനിങ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം. മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ജോമെട്രിക് ഫിഗേഴ്സ് ആണ്, ഫ്രം ദ സ്റ്റാർട്ടിങ് ഓഫ് ട്രയാങ്കിൾ. സോ ഒരു ട്രയാങ്കിൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ കോഡിലാറ്ററൽസ്, നമ്മുടെ സ്ക്വയർ, റെക്ടാങ്കിൾ, റോംബസ്. സോ ഇതിലോട്ടെല്ലാം നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പോളിഗൺസ് ആണ്, അപ് ടു ദെൻ സർക്കിൾ. സോ സർക്കിളിന്റെ പാർട്സ്, ഡയമീറ്റർ എന്താ, റേഡിയസ് എന്താ, കോഡ് എന്താ, ആർക്ക് എന്താ. സോ അത്തരത്തിലുള്ള ഡിസ്കഷനാണ് സർക്കിൾ വരുന്നത്. മറ്റൊരു സെക്ഷൻ നമ്മൾ പറഞ്ഞാൽ കോണിക് സെക്ഷൻസ് ആണ്. സോ കോണിക് സെക്ഷൻസ് ആണ് നമ്മളെ പാരബോള, എലിപ്സ്, ഇതൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. പ്രിസംസ് ആൻഡ് പിരമിഡ്സ് ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം. സോ ഇത്രയാണ് ഈ ജോമെട്രിക്കൽ ഫിഗേഴ്സിൽ നമുക്ക് നോക്കാനുള്ളത്. മറ്റൊന്ന് പ്രൊജക്ഷൻസ് ആൻഡ് വ്യൂസ് ആണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും എന്നാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രൊജക്ഷൻസ് ആൻഡ് വ്യൂസിലാണ്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ പിക്ചോറൽ പ്രൊജക്ഷൻ എന്താണ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണ്, അതിൻ്റെ ഒരു വേരിയേഷൻസ്, അതേപോലെ തന്നെ ക്വാഡ്രന്റ് സിസ്റ്റംസ്. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്നിങ്ങനെ 4 ക്വാഡ്രന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യാറുള്ളത്. സോ അതെന്താണ്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്. പ്ലെയിൻസ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് നമുക്കറിയാം, ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ, അതേപോലെ തന്നെ ഓക്സിലറി പ്ലെയിൻസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ പ്ലെയിൻസ് എന്താണ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയ ടോപ്പിക്കാണ്. പെർസ്പെക്റ്റീവ് ആൻഡ് പാരലൽ പ്രൊജക്ഷൻസ്, അത് നമ്മളെ ഡിഫറൻസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ അത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഡിസ്കഷനാണ് ഈ പറഞ്ഞ പെർസ്പെക്റ്റീവ് ആൻഡ് പാരലൽ പ്രൊജക്ഷൻസ് എന്നത്. ഇത് നമ്മൾ വളരെ ഈ 5 ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഈ ഒരു ഭാഗത്താണ്. മറ്റൊരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. സോ നമ്മുടെ മെറ്റീരിയൽസ്, റിവൽസ്, ബോൾസ്, വെൽഡിങ്, നമ്മളൊരു ഡ്രോയിങ് ഷീറ്റിലോട്ട് വരയ്ക്കുന്ന സമയത്ത് ഇതിനെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ആണ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എക്സാമ്പിൾ നിങ്ങൾ കാണാം, കാസ്റ്റ് അയൺ, സ്റ്റീലിന് ഡിഫറെൻ്റ് ആണ്, അതേപോലെ തന്നെ വുഡിനും, അതേപോലെ തന്നെ കോർക്കിനും, ഫാബ്രിക്കിനും ഒക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് റഫ്നെസ് ഓഫ് സർഫസിലെ റഫ്നെസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, വെൽഡിങ്, ഒരു സ്ഥലത്ത് വെൽഡിങ് ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ അത് ഡ്രോയിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നതിലെല്ലാം നമ്മൾ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ മെഷീൻ എലമെന്റ്സ്, പാർട്സ്, ഓപ്പറേഷൻ, നെറ്റ്, ബോൾട്ട്, ഹോൾസ്, ഇതിനെല്ലാം നമ്മൾ, അല്ലെങ്കിൽ അവിടെ ഡ്രില്ലിംഗ് ആണോ, അവിടെ ടേണിംഗ് ആണോ, അവിടെ മില്ലിംഗ് ആണോ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഡ്രോയിങ് ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. ദെൻ അഗൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാസ്റ്റ്നസ് ഏതാണ്, ദെൻ പൈപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് വാൾ ജോയിന്റ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൾസ് ഉണ്ടല്ലോ, സോ അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എലമെന്റ്സ്, അതിനെല്ലാം നമ്മൾ സിംബോളിക് റെപ്രസെന്റേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ, ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ പോകാന്നുള്ളതാണ് ഈ സിംബോളിക് റെപ്രസെന്റേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു 5 ടോപ്പിക്കാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു RRB ALPയുടെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിലെ മെഷീൻ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.